അഞ്ജന ശങ്കർ നമുക്കൊപ്പം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അഞ്ജന, ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് യുദ്ധത്തിൽ ശരിയും തെറ്റും എന്നുള്ളതൊക്കെ അത് ആപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഗ്ലോബൽ മീഡിയ ഔട്ട്ലെറ്റ്സ് ഇത് ഏത് തരത്തിലാണ് ഈ കോൺഫ്ലിക്റ്റിനെ ഫ്രെയിം ചെയ്യുന്നത്? ഇത് ഒരു ഒരു ഡിപ്ലോമാറ്റിക് ഓഫ് റാമ്പിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നുണ്ടോ? അതും മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇംപ്ലിക്കേഷൻസ് അത് ഏത് തരത്തിലാണ്? പ്രത്യേകിച്ച് ഇന്ത്യ അതുകൂടി ഉറ്റുനോക്കുന്ന കാര്യം, നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് റോൾ പ്ലേ മാത്രമേ ഇന്ത്യക്ക് എടുക്കേണ്ടതുള്ളൂ. ഇത് പ്രൊലോങ് ചെയ്ത് പോകുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഏത് തരത്തിൽ കൂടിയായിരിക്കും? അപർണ, ഇപ്പോൾ ഈ 4 ദിവസം യുദ്ധം നീണ്ടു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ടിങ്ങിലായാലും ഇന്റർനാഷണൽ അനലിസ്റ്റുകളുടെ ആർട്ടിക്കിളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ, ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് എല്ലാവരും ഒരു സംശയത്തിലാണ്. കാരണം കേണൽ ഡെനി പറഞ്ഞതുപോലെ ഇതിനൊരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് അമേരിക്കയാണ്, ഡൊണാൾഡ് ട്രംപ് ആണ്. പക്ഷേ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ, കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂകളെ, പ്രസ് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പരസ്പര വിരുദ്ധമായുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നാം കാണുന്നത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ട്രംപ്. അതുപോലെ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാൾ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അദ്ദേഹം ആദ്യം ഇസ്രായേലിന്റെ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ എക്സലന്റ് എന്ന് പറഞ്ഞ അതേ ഡൊണാൾഡ് ട്രംപ് ആണ് പിന്നീട് ഇറാനിനോട് തീർച്ചയായും ഒരു ഡീൽ സൈൻ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത്. ഇന്ന് റിപ്പോർട്ടേഴ്സിനോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് US ഇൻവോൾവ് അല്ല, പക്ഷെ നമ്മൾ ഇൻവോൾവ് ആവാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയുടെ അസറ്റുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ആക്രമണം ഉണ്ടായാൽ ഫുൾ ഫോഴ്സ് ഓഫ് US ആംഡ് ഫോഴ്സസ് ഇറാന് നേരെ തിരിയും എന്നൊക്കെ. അപ്പോൾ അമേരിക്ക എന്താണ് വ്യക്തമായി ഇപ്പോൾ എന്ത് നയമാണ് എടുക്കുന്നത് എന്ന് ആർക്കും ഒരു ഇന്റർനാഷണൽ മീഡിയയ്ക്കും അല്ലെങ്കിൽ ഇന്റർനാഷണൽ അനലിസ്റ്റുകൾക്കും വ്യക്തമായ ഒരു ധാരണയില്ല. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് തീർച്ചയായും ഇതിന്റെ റിപ്പർക്കഷൻസ് ഗ്ലോബലി ആഗോളതലത്തിൽ കാണാൻ ഒക്കെ വരുമെങ്കിലും ഇതിനെ ഏറ്റവും ഹാർഷായി, ക്രിട്ടിക്കലായിട്ട് തീർച്ചയായും എഫക്ട് ചെയ്യാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിനെയാണ്. ഒരു യുദ്ധം അല്ലെങ്കിൽ മറ്റൊരു യുദ്ധം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിന് ഇറ്റ് വിൽ ബി കറ്റാസ്ട്രോഫിക് ഫോർ ദ റീജിയൻ. കാരണം നമുക്കറിയാം, പല യുദ്ധങ്ങളും കൊണ്ട് ഇക്കണോമിക്കായിട്ടും സാമ്പത്തികമായും അല്ലാത്ത രീതിയിലൊക്കെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്യപ്പെട്ട ഒരു റീജിയനാണ് മിഡിൽ ഈസ്റ്റ്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന യുദ്ധം, ലെബനനിൽ ഉണ്ടായ യുദ്ധം, അതിന്റെ കൂടെയാണ് ഇപ്പോൾ പുതിയൊരു ന്യൂ വാർ ഫ്രണ്ട് ഇസ്രായേൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത് ഇറാൻ എത്രത്തോളം ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആ പ്രോക്സി ഓഫ് റെസിസ്റ്റൻസ്, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവരുടെ പ്രോക്സി മിലിഷ്യകൾ ലെബനനിലാണെങ്കിലും യമനിലാണെങ്കിലും ഇപ്പൊ ഗസയിലാണെങ്കിലും ഒക്കെ വളരെയധികം ഡെസിമേറ്റഡ് ആയി അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ട് ഇത്രയും കടുത്തൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ പ്രോക്സികളെ ആദ്യം ആക്ടിവേറ്റ് ചെയ്ത് ഇസ്രായേലിന്റെയും US-ന്റെയും അസറ്റുകൾക്ക് നേരെ, ഇപ്പൊ നമുക്കറിയാം യമനിലുള്ള ഹൂത്തികളെല്ലാം ഗസ യുദ്ധത്തിന്റെ പേരിൽ ഷിപ്പിംഗ് ലൈനുകൾക്ക് നേരിട്ടുള്ള അറ്റാക്കുകൾ, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കൻ അസറ്റുകൾക്കുമെതിരെ മിഡിൽ ഈസ്റ്റിൽ ഈ പ്രോക്സികൾ വഴിയുള്ള അറ്റാക്കുകൾ ഉണ്ടാകുമോ എന്ന് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ഭയമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ 4 ദിവസം നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ മിസൈൽ വർഷങ്ങളും ഡ്രോണുകളും എല്ലാം പറക്കുന്നത് ആകാശത്തു കൂടെ. ജോർഡൻ, ലെബനൻ എന്നൊക്കെയുള്ള രാജ്യങ്ങളുടെ എയർ സ്പേസിന് മീതെയാണ് ഈ മിസൈൽ വിക്ഷേപണം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായും അത് ഈ രാജ്യങ്ങൾക്ക് വലിയൊരു ഒരു ഭയപ്പാടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതെങ്കിലും ഇറാൻ തൊടുത്തുവിടുന്ന ഒരു മിസൈൽ ഉന്നം തെറ്റി അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഫോൾട്ട് കാരണം അവരുടെ പ്രവശ്യകളിൽ പതിക്കാനുള്ള സാധ്യതകൾ ധാരാളമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഈ യുദ്ധം തുടർന്നു പോവുകയാണെങ്കിൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്ന വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് ലൈൻ ഇറാൻ കൺട്രോൾ ചെയ്യും. ഇറാൻ അത് അടയ്ക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ മിഡിൽ ഈസ്റ്റിൽ അതുപോലെ ഓയിൽ എക്സ്പോർട്ട് നടത്തുന്ന ഗൾഫ് രാജ്യങ്ങളിലെല്ലാം
വളരെയധികം സാമ്പത്തികമായി ഈ യുദ്ധം ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡീഎസ്കലേഷൻ ഇതിനാവശ്യമാണെന്നും രണ്ട് രാജ്യങ്ങളും ഒരു നെഗോസിയേഷന്റെ പാതയിൽ വരണമെന്നുമുള്ള ഒരു സെന്റിമെന്റ്സ് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ഇതൊരു ഇസ്രായേൽ പറയുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് പോലെ തന്നെ മിഡിൽ ഈസ്റ്റിന്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അവരുടെ സാമ്പത്തികമായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റിയുടെയും റീജിയണൽ സ്റ്റെബിലിറ്റിനെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു യുദ്ധം. അതിലെന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് അതിനകത്ത് ഉണ്ടാവുന്നുണ്ടോ, അതോ ഇത് ഇങ്ങനെ അതാണ് അതായത് ഡീഎസ്കലേഷൻ വേണം, പക്ഷെ അത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനുള്ള അങ്ങനെ ഒരു കപ്പാസിറ്റി മിഡിൽ ഈസ്റ്റിനുണ്ടോ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് GCC-ക്കൊക്കെ? GCC രാജ്യങ്ങൾക്ക് ഇതൊരു ഇപ്പോൾ വളരെ ആക്റ്റീവായ ഒരു ഡിപ്ലോമാറ്റിക് ടോക്കിലോട്ട് രണ്ട് രാജ്യങ്ങളെയും കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് നമ്മൾ ഇപ്പോൾ കാണുന്നില്ല. കാരണം ഇസ്രയേലും ഇറാനും എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ രണ്ട് വലിയ വൻ സൈനിക ശക്തികളാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു.എസ് എങ്ങനെയാണ് ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നയതന്ത്രപരമായി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഞാണുമേൽ കളിയാണ്. ഇറ്റ്സ് എ ഡിപ്ലോമാറ്റിക് ഒരു ടൈറ്റ് റോപ്പ് വാക്ക് എന്ന് പറയുന്ന ഒരു ഞാണുമേൽ കളി പോലെയാണ്. കാരണം ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ്. നിങ്ങൾക്കറിയാം 2020 എബ്രാഹാം അക്കോർഡ്സ് പ്രകാരം അവർ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ US-ന്റെ ഏറ്റവും ശക്തമായ ഒരു എലയാണ് ഇസ്രയേൽ. അമേരിക്കയുടെ പല മിലിറ്ററി ആസറ്റുകളും ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെയുണ്ട്. അപ്പോൾ രണ്ടുപേരെയും പിണക്കാതെ ഒരു ബാലൻസിങ് ആക്ട് നടത്തുകയേ ഗൾഫ് രാജ്യങ്ങൾക്ക് വഴിയുള്ളൂ. മാത്രമല്ല മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇറാനിനെ ഒരു ബദ്ധശത്രുവായി ആർച്ച് എനിമിയായി കണ്ടിരുന്ന സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ചൈനയുടെ നെഗോസിയേഷൻ പ്രകാരം മാർച്ച് 2023 കൂടി ഈ ഒരു വല്ലാത്ത ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ ഐസ് കട്ട അലിഞ്ഞു പോകുന്ന പോലെ എന്ന് പറയത്തക്ക രീതിയിലുള്ള ആ ഒരു നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുണ്ടാകുന്നത്. കാരണം ഇറാനിനെ ഇസ്രയേൽ അറ്റാക്ക് ചെയ്യുന്നത് പരോക്ഷമായും അല്ലാതെയും സപ്പോർട്ട് ചെയ്തിരുന്ന ഈ രാജ്യങ്ങൾ പോലും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് പ്രൊവോക്കേഷൻ ഇല്ലാതെ ഒരു ബ്ലേറ്റന്റ് വയലേഷൻ, ഇന്റർനാഷണൽ ലോയിന്റെ ബ്ലേറ്റന്റ് വയലേഷൻ ആണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇത് ഇറാനിന്റെ സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെ കടന്ന ആക്രമണമാണ് എന്ന ഒരു